അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇനി നേരെ റൂമിൽ പോയി എല്ലാവരെയും പിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്ലാൻ ഉണ്ട്, കാണിച്ചു തരാം. ഇന്ന് നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അൽവത്ബയിൽ പോകാനൊക്കെ ആയിരുന്നു മുട്ടൻ പ്ലാൻ. അങ്ങനെയായിരുന്നു നമ്മൾ തുടങ്ങിയത്. പക്ഷേ പെട്ടെന്നൊരു സർപ്രൈസ് കൂടെ ഇതാ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ് ഗൂഗിളിൽ നിന്നും. അതായത് നമുക്ക് ഗൂഗിൾ ചുമ്മാ തപ്പി ഇറങ്ങിയപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടി. അതായത് അൽവത്ബ ഇന്നലെ വരെ 10 ദിറംസ് ആയിരുന്നു അതിനകത്ത് എൻട്രി ടിക്കറ്റ്. ഇന്ന് ന്യൂ ഇയർ നൈറ്റ് ആയതുകൊണ്ട് അവർ അത് 50 ദിറംസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അത് തന്നെയല്ല, നമ്മൾ ഇപ്പം ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ അവിടെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോകണം. അതായത് ഒരു 3 മണി 4 മണി സമയത്ത് പോകണം. അത് ആ സമയത്ത് പോയിട്ട് പിന്നെ 12 മണി വരെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് അത് സെലിബ്രേറ്റ് ചെയ്ത് 50 ദിറവും കൊടുത്ത് വരുന്നത് അത്ര നല്ല ഐഡിയ ആയിട്ട് നമുക്ക് തോന്നിയില്ല. കൊച്ചുകൂടൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അതത്ര ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ പ്ലാൻ എന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളിത് പുറത്തിറങ്ങി ഓരോരുത്തരെ 1 by 1 പോയി പിക്ക് ചെയ്തു. ഞങ്ങളിപ്പോൾ നേരെ പോർട്ടിലേക്ക് പോവുകയാണ്. ചെറിയൊരു പരിപാടി ഉണ്ട് അവിടെ, അത് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ പ്ലാൻ ഫ്ലോപ്പ് ആയപ്പോൾ നമ്മൾ നേരെ ഷിപ്പിൽ പോയി. ഇന്ന് നാളെ ന്യൂ ഇയർ അല്ലേ, അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ പങ്ക് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇത് ചായ കുടിക്കാൻ പോയി. ചായ തുടങ്ങുകയാണ് കാര്യങ്ങളെല്ലാം. കണ്ടാ സാധനം കിട്ടിയിട്ടുണ്ട്. കുറച്ച് മട്ടനും കുറച്ച് കേക്കും. ഒരു ഷവർമ്മക്കടയുണ്ട്. ഷവർമ്മയും കഴിക്കാം, ഒരു നൈസ് ചായയും കുടിക്കാം. ഒരു 5 സ്പൈസി ഒരു നോർമലും. ആദ്യം ഷവർമ്മ എടുക്കുക, ഇങ്ങനെ പിടിക്കുക, കീറിക്കളയുക, അതിൻ്റെ നീളം നോക്കുക, ഒരു ബൈറ്റിനുള്ളതുണ്ടോ ഇല്ല, ഒന്നുകൂടെ കീറുക. ഇപ്പം സെറ്റായി. ഇങ്ങനെ പിടിക്കുക. അങ്ങനെ ഷിപ്പിൽ നിന്ന് കിട്ടിയ നമ്മുടെ കേക്ക് ഇവിടെ അൺബോക്സ് ചെയ്യുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. ഇനി ഒരു ചായ ആവാം. അങ്ങനെ ചായയും കുടിച്ച് കോർണിഷിലോട്ടാണ് പോകുന്നത്. അബുദാബി കോർണിഷിൽ പോയി അവിടെ നിന്ന് ഫയർ വർക്ക് കാണാൻ എൻ്റെ പ്ലാൻ. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ അൽവത്ബ എന്ന വലിയ മികച്ച പ്ലാൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞങ്ങളുടെ എപ്പോഴും ഉള്ള പാവങ്ങളുടെ ഫെസ്റ്റിവൽ ഇല്ല എങ്കിലും നമുക്ക് സീനില്ല. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം കോർണിഷ്, അതായത് നമ്മളിപ്പം എല്ലാ ഫയർ വർക്കും കാണാൻ എല്ലാ വർഷവും കോർണിഷിലാണ് പോകാറുള്ളത്. ഇത്തവണ അത് തന്നെ. അപ്പോൾ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴും വണ്ടി എടുപ്പോൾ നടക്കത്തില്ല. വണ്ടി ഞങ്ങൾ സൈഡാക്കി. അങ്ങനെ നേരെ ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. ഗൈസ് ഇവിടുത്തെ സ്കൈയുടെ ഒരു പ്രത്യേകത കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലത്തെ ഒരു സെറ്റപ്പ് അല്ല. നോക്കിയേ, രാത്രി സമയം 11:15. സ്കൈ നോക്കിയേ, നല്ല അടിപൊളി വ്യൂ ആണ്. Mamachi, where are you going? Yes, വാ. ദേ മാമച്ചി ഓടുകയാണ് ഗൈസ്. ഗൈസ് അബുദാബിയുടെ സ്ട്രീറ്റിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണേ. ഇത് കണ്ടോ, ഇവിടെ 2 ട്രാക്ക് ഉണ്ട്. ഈ റെഡ് കളർ ട്രാക്ക് റണ്ണിങ് ട്രാക്കാണ്. നമുക്ക് നടക്കാം, ഓടാം, എല്ലാം ചെയ്യാം. ഈ ഗ്രീൻ കളറിൽ സൈക്ലിങ്ങിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അതിലും 2 സൈഡുണ്ട്. നോക്കിയേ, കണ്ടോ, ലെഫ്റ്റ് റൈറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന 2 ഡയറക്ഷനിൽ പോകുന്ന ആൾക്കാർക്കുള്ളതാണ്. അവർ തമ്മിൽ ഹെഡ് കൊളിച്ചം വരരുത്, അതിന് വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തതാണ്. കണ്ടോ, ഇവിടെ പ്രോപ്പറായിട്ട് അത് വരച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സൈക്കിൾ ട്രാക്ക്, ഇത് ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ, ഇത് കണ്ടോ, ഇത് വാക്കിങ് റണ്ണിങ്. നമ്മൾ കാർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് നിമിഷവും പെടും. അതായത് ഒന്നാമത്തെ കാര്യം ട്രാഫിക്. ഇന്നത്തെ ട്രാഫിക് അറിയാമല്ലോ, വൻ ട്രാഫിക് ആയിരിക്കും. പിന്നെ ഇവിടുത്തെ റോഡ് ഏത് നിമിഷം ഇവർ ബ്ലോക്ക് ചെയ്യും. ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് നിമിഷം നമുക്ക് ബ്ലോക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന റിസ്ക്കാണ്. ഇനി ടൈം അടിപൊളിയാണ്, ക്ലൈമറ്റ് സെറ്റാണ്. അതുകൊണ്ട് നമുക്ക് നടക്കുന്ന ഒരു രസമുള്ള പരിപാടിയാണ്. നമ്മുടെ ലെഫ്റ്റിൽ കാണുന്നതാണ് ഖാൽദിയ മോള്. കണ്ടോ, മിന്നിത്തിളങ്ങുന്ന ഖാൽദിയ മോൾ. വേഗം വരൂ ഗൈസ്, സമയം പോകുന്നു. ഇനി 1/2 മണിക്കൂറേ ഉള്ളേ. വേഗം വാ ഗൈസ്. ഇനി നമുക്ക് ഒരു സിഗ്നലും കൂടെ നടക്കാനുണ്ടേ. അത് കഴിയുമ്പോൾ നമ്മൾ കോർണിഷിലെത്തും. അടിപൊളി വ്യൂ ആണ് അവിടെ നിന്ന്. പിന്നെ അങ്ങോട്ട് അബുദാബിയിലെ തെരിശുഭൂമി ഉണ്ടോ, ആവശ്യത്തിന് സ്ഥലം. എന്തല്ലേ, നമുക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോൾ വേണമെങ്കിലും ഇവിടെയൊക്കെ ബിൽഡിങ് കൊണ്ടെന്ന് അറിയാനും പറ്റും. ഇവർ ഈ സ്ഥലം ഇത് ഇങ്ങനെ ഇട്ടേക്കുന്നതിന് ചിലപ്പോൾ ഇവരുടെ ഒരു ഐഡിയ കാണും. എന്തെങ്കിലും ഒരു പ്ലാനിലായിരിക്കും ഇതേ തൊടാതെ വെച്ചേക്കുന്നത്. ഗൈസ് ഇതാണ് ഖാൽദിയയിലെ ഷൈനിങ് ടവർ. പണ്ട് നമ്മൾ മലേഷ്യ പോകുന്ന നേരം വിസയുടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്തായിരുന്നു. ബൗണ്ടി അറബ് സ്വീറ്റ്സ്, മുട്ടായിക്കട. ഗൈസ് നമ്മളിപ്പോൾ കോർണിഷ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കും തോറും ക്രൗഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്ക് തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ വൻ ട്രാഫിക് ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടു. ആളുകൂടി
അബുദാബിയിലെ സെലിബ്രേഷൻ കാണാൻ പോകുന്ന ആൾക്കാരുടെ തിരക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇതിനാണ് നമ്മൾ കച്ച പാർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് റിയൽ പാർക്കിംഗ് സ്ലോട്ടിലല്ലാതെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. ഉണ്ടാവും. ഇന്നിപ്പം ന്യൂ ഇയറിൻ്റെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് കണ്ണടയ്ക്കും. അബുദാബി കോർണിഷ് റോഡ് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ തിരക്കുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത്. അങ്ങനെ 11 മിനിറ്റ് ഇനി ബാക്കി നിൽക്കെ നമ്മളിതാ കോർണിഷിൻ്റെ സൈഡിലെത്തിയിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഒരു ലൊക്കേഷനിൽ എത്തണം, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പുറത്ത് നിന്നാലും കാണാൻ പറ്റും, എങ്കിൽ പോലും ഈ സൈഡിൽ നിന്നാലും നല്ല പെർഫെക്റ്റ് വ്യൂ ഉണ്ട്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. സോ നമ്മൾ ഇനി മുമ്പോട്ട് നടക്കാം. കുറച്ചുകൂടെ ബെറ്റർ വ്യൂ ഉള്ള ലൊക്കേഷൻ അവിടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇനി 10 മിനിറ്റേ ബാക്കിയുള്ളൂ. എടാ, നിനക്ക് സുഖമല്ലേ? മോളിക്കാരങ്ങ് ഇരുന്നാൽ മതിയല്ലോ. ഗൈസ്, ഇതൊരു അബുദാബി കോർണിഷിലുള്ള ഒരു കറക്റ്റ് ചായ ആണേ. നമ്മുടെ നാട്ടിലെ ചായ എന്ന് പറയുന്നത് വെറും ചോകോ. അപ്പോൾ ഗൈസ്, ഇനി ബാക്കി നിൽക്കുന്ന നമ്മുടെ സമയവും നമുക്ക് ഏകദേശം കിട്ടിയൊരു ലൊക്കേഷനും വെച്ചിട്ട് നമ്മൾ ഏകദേശം ഇവിടെ തന്നെ അങ്ങ് സെറ്റിൽ ആവുകയാണേ. നല്ല അത്യാവശ്യം ക്രൗഡഡ് അല്ല, പിന്നെ അത്യാവശ്യം നല്ല വൈഡ് വ്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ സെറ്റിൽ ആവാം. ചെയ്യാമല്ലോ. നീ ഇവിടെ ഇരുന്നു. ഗൈസ്, നമ്മളിപ്പോൾ നടന്നു വന്നിട്ട് ഇവിടെ നല്ല വ്യൂ ഉള്ളത്. നമ്മൾ ഇവിടെ സെറ്റിൽ ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഓക്കെയാണ്. അതോ ഡ്രോൺ ഷോ തുടങ്ങി. 3, 2, 1. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ന്യൂ ഇയർ ഫയർ വർക്ക് ഇതായെത്തുകയാണ് ഗൈസ്. വെടിക്കെട്ട് സാധനം ഗൈസ്. എനർജി വേണു. അപ്പോൾ ഗൈസ്, ആരും പോകരുത്. ഇപ്പോൾ ഞങ്ങളുടെ വക ചെറിയൊരു ഡ്രോൺ ഷോ ഉണ്ട്. അടുത്ത പരിപാടി ചെറുക്കൻ്റെ വീട്ടിലെ പരിപാടികൾ ഉണ്ടാവുന്നതാണ്. ആരും പോകരുത്. നമ്മൾ ബ്രോസ്റ്റോ മേടിച്ച് തരും. യുഎഇയിലെ ആദ്യമായിട്ട് ന്യൂ ഇയർ എക്സ്പീരിയൻസ് എന്താണ് പറയാനുള്ളത് താങ്കൾ? ഭയങ്കര മനോഹരമായിരുന്നു. ആദ്യമായിട്ടാണ് ഫയർ ഷോ ഒക്കെ ഇങ്ങനെ കാണുന്നത്. ഫയർ വർക്ക്സ് അടിപൊളിയായിരുന്നു. ഇതിനു മുമ്പ് കണ്ട ഏറ്റവും വലിയ ഫയർ വർക്ക് എന്ന് പറയുന്നത് മാന്നാർ കൊരട്ടി അമ്പലത്തിലായിരുന്നു. നമുക്ക് മിസ്സായ ഷെയ്ഖ് സാദ് ഫെസ്റ്റിവലിനെ പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഷെയ്ഖ് സാദ് ഫെസ്റ്റിവൽ സാധാരണഗതിയിൽ നമ്മളവിടെ പൊയ്ക്കൊണ്ടിരുന്നത് ഒരാൾക്ക് 10 ദിറംസ് വെച്ചായിരുന്നു അവർ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ക്രൗഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവർ പെർ ഹെഡ് 50 എന്നുള്ള റേറ്റിലേക്ക് നിരക്കിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ 6 പേർക്ക് ഏകദേശം 300 ദിറംസ്, വിച്ച് ഈസ് 7,350 ദിറംസ് രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. അത്രയും കൊടുത്ത് പോകുന്നത് വലിയ ചടങ്ങാണ്. അതുകൊണ്ടാണ് നമ്മൾ പാവങ്ങളുടെ ഷെയ്ഖ് സാദ് ഫെസ്റ്റിവലായ കോർണിഷ് നമ്മൾ കണ്ടത്. കഴിഞ്ഞു 2-3 ദിവസം കൊണ്ട് വൻ പ്ലാൻ സെറ്റ് ചെയ്തിട്ട് അവസാനം പ്ലാൻ എല്ലാം ഫ്ലോപ്പായി നമ്മൾ കോർണിഷിൽ വന്ന് ഈ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഞാൻ UAE വന്നിട്ട് എൻ്റെ 3ാമത്തെ ന്യൂ ഇയർ ആണ്. എൻ്റെ കഴിഞ്ഞ 2 ന്യൂ ഇയറും എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പോകാൻ പറ്റില്ല. ഹാപ്പി ന്യൂ ഇയർ ബ്രോ. ഹാപ്പി ന്യൂ ഇയർ. അപ്പം അങ്ങനെ ഒരു മച്ചാനേയും കിട്ടി. എൻ്റെ കഴിഞ്ഞ ന്യൂ ഇയർ കിസൈസിൽ തലാലിന് മുമ്പിലെ ബ്രിഡ്ജിൽ വെച്ചായിരുന്നു എൻ്റെ ന്യൂ ഇയർ. അത് ഫെസ്റ്റിവൽ സിറ്റിയിലെ കണ്ട് എൻ്റെ പിറ്റേന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു നാട്ടിൽ പോകാൻ. അതിന് മുമ്പത്തെ ന്യൂ ഇയർ റൂമിൽ തന്നെ ആയിരുന്നു എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഒരു ഷോക്കായിരുന്നു ഗൈസ്. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ അതുകൊണ്ട് ഷെയ്ഖ് സാദ് ഫെസ്റ്റിവൽ പോകാൻ പ്ലാൻ ചെയ്ത് അത് മൂഞ്ചി. നമ്മുടെ പാവങ്ങളുടെ കോർണിഷി കണ്ട് സീനില്ലായിരുന്നു. നമ്മളങ്ങനെ നടന്ന് റിയാദ് എത്തി ഗൈസ്. ഗായ്സ്, അങ്ങനെ ന്യൂ ഇയർ സെലിബ്രേഷൻ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു. ഫുഡ് അടിച്ചു, റോസ്റ്റ് കയറി നല്ല കിടിലം ഫുഡ് അടിച്ചു. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഫുള്ളാണ്. നമ്മുടെ മൈക്ക് പണി വന്നു, മൈക്കിന് ചാർജ് ചെയ്യാൻ മറന്നുപോയായിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഇവിടെ ന്യൂ ഇയർ 2026 നമ്മൾ കയറിയിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി 2026 കുറേ കിടിലം വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ. ശരി എന്നാൽ.